സാന്ദർഭികമായി മറ്റൊരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പൊ നമ്മൾ അവസാനത്തെ 10 വരുമ്പോൾ പള്ളികളിലൊക്കെ തറാവീഹിന് ശേഷം ഖിയാമുൽ ലൈൽ എന്ന പേരിൽ അവസാന സമയത്ത്, അത് നമ്മുടെ അത്താഴത്തിന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് നിസ്കാരം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊക്കെ പോലെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് രണ്ടും ജായിസാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാര് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പുസ്തകം സൗദി അറേബ്യയിലെ റിയാസത്തുൽ ആമ്മ പുറത്തിറക്കിയിട്ടുള്ള, അവിടുത്തെ പണ്ഡിത സഭ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകമാണ്. ദുക്തൂർ മുഹമ്മദ് ബിൻ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഫുറൈ എന്ന ആളാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. അവിടുത്തെ ഒരു വലിയ ഈ കോടതി വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിലെ മുദരിസാണ് അദ്ദേഹം. ഇത് വായിച്ച് ഇതിന് മുഖവുര എഴുതിയിട്ടുള്ളത് മആലി ശൈഖുൽ അല്ലാമ സാലിഹ് ബിൻ ഫൗസാൻ അദ്ദേഹമാണ്. ഇതില് അൽ ഫസ്ലു ബൈന തറാവീഹി വൽ ഖിയാം, തറാവീഹും ഖിയാമുൽ ലൈലും വേർപെടുത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. ഇശാന്റെ ശേഷമുള്ള തറാവീഹ് എന്നും പിന്നെ അത്താഴ സമയത്തിന് ഖിയാമു എന്നും പറയാറുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് അത് രണ്ടും ഖിയാം തന്നെയാണ്. ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ ഖിയാമു റമളാൻ എന്ന് രണ്ടിനും പറയാം. ജനങ്ങൾ സാധാരണക്കാർക്കിടയിൽ അത് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി മാത്രം എന്ത് പറയുന്നതാണ് ഖിയാമുൽ ലൈൽ. അപ്പൊ ആദ്യത്തെ ഖിയാമുൽ ലൈൽ അല്ലേ? ആണ്. പക്ഷെ അത് തറാവിയാണ്. ദീർഘമായി നിസ്കരിക്കുമ്പോഴാണ് തറാവി എന്ന പേരിന് അർത്ഥമുള്ളൂ. ഇപ്പൊ ചില ആളുകൾ പറയും ഇടക്കിടക്ക് വിശ്രമിച്ചിട്ട് നിസ്കരിച്ച്, നമ്മളെ മൗലവി സലാം വീട്ടി അപ്പത്തന്നെ എണീക്കണ്. നമ്മളെ മൗലവിന് വിശ്രമിക്കാൻ മാത്രം ഇവിടെ നിസ്കരിച്ചണോ? ഇല്ലല്ലോ. നമ്മൾ 3 ആയത്ത് 4 ആയത്തൊക്കെ ഓതുന്നത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞെന്താ? രാത്രിയുടെ 2/3 ഭാഗം, അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയാണ് എത്ര? 6 മണിക്കൂർ. 2/3 എത്ര? 8 മണിക്കൂർ. ആവറേജ് 12 കൂട്ടിയാൽ, അല്ലെങ്കിൽ 1/3. അപ്പൊ എത്ര? 3 4 12 അല്ല, 4 മണിക്കൂർ. ഇത് നബി മാത്രമല്ല, വതായിഫത്തും മിനല്ലദീന മഅക, നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും. ഇപ്പൊ നബിയും സഹാബത്തും അത്ര നിസ്കരിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ സൗകര്യപ്പെട്ടത് ഓതി നിസ്കരിച്ചാൽ മതി. അതുകൊണ്ട് രക്ഷപ്പെട്ടാപ്പ നമ്മള്. അല്ലെങ്കിൽ നമ്മൾ 4 മണിക്കൂർ നിസ്കരിക്കണ്ടേ? നമ്മൾ നബിയുടെ 11 നിസ്കരിക്കുന്നത് എന്നറിയും. നബിയുടെ 11 എണ്ണത്തിൽ മാത്രം മതിയോ? വണ്ണത്തിലും വേണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാനാണ് കൽപ്പിച്ചത്. ശരിയാണ്. ആ ഹദീസിന്റെ വാക്യം എന്താ? വകാനു യഖറഊന ബിൽ മിഈൻ, അവർ 100 കണക്കിന് ആയത്തുകളാ ഓതിയിരുന്നു. 100ഓളം ആയത്തുകളുള്ള സൂറത്താണ് ഒരു റക്അത്തിൽ ഓതുക. എന്നിട്ടോ നൃത്തത്തിന്റെ ദൈർഘ്യം കാരണം യഅ്തമിദൂന അലൽ ഇസിയി, വടികളിന്മേൽ ഊന്നി നിന്നിരുന്നു പോയി. അങ്ങനത്തെ ദീർഘം. പിന്നെ കാലം കുറെ കഴിഞ്ഞപ്പോ ദൈർഘ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൃത്തം കുറച്ച് റക്അത്തുകൾ കൂട്ടി. അങ്ങനെയാണ് 20, 23, 36 ഒക്കെ ഉണ്ടായത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിന് എല്ലാം ഖിയാമുൽ ലൈൽ തന്നെയാണ്, ദീർഘമായ നിസ്കാരമാണ്. അതുകൊണ്ട് രണ്ടിനും ഒന്നിന് ഖിയാമു, ഒന്ന് തറാവീഹ് എന്ന് പറഞ്ഞ്, തറാവീഹ് 4 റക്അത്ത് ദീർഘമായി നിസ്കരിച്ചിട്ട് പിന്നെ വിശ്രമിക്കാൻ നബി കിടന്നുറങ്ങുകയും ചെയ്യും. നബി ഉറങ്ങിയിട്ട് കൂർക്കം വലിക്കുന്നതാണ്. പിന്നെ എണീറ്റ് പിന്നെ ഒന്നെടുത്ത് പിന്നെ നിസ്കരിക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ ചിന്തയുണ്ട് അത്താഴ സമയം വരെ നീണ്ടുപോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആദ്യവും കുറച്ച് അവസാനവും ഒക്കെ നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ സംബന്ധമായിട്ട് ഞാൻ ലജ്നയുടെ ഒരു ഫത്വ, ലജ്നത്തു ദായിമ എന്ന സൗദി അറേബ്യയിലെ ഫത്വയുടെ സ്ഥിരം കമ്മിറ്റിയുടെ ഒരു ഫത്വ ഞാൻ വായിക്കാം. വലാ ബഅസ് അൻ യസീദ ഫി അദദി റക്അഅതി ഫിൽ അശ്റിൽ അവാഖിരി അൻ അദദിഹാ ഫിൽ 20 അവൽ. ആദ്യത്തെ 20 ദിവസത്തെ എണ്ണത്തെക്കാളേറെ അവസാനത്തെ 10 റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് തെറ്റൊന്നുമില്ല. വയുഖസ്സിമുഹാ ഇലാ ഖിസ്മൈനി ഖിസ്മൻ യുസല്ലിഹി ഫി അവ്വലിൽ ലൈൽ വയുഖഫിഫു അലാ അന്നഹു തറാവീഹ് കമാ ഫിൽ ഇശ്റിൽ അവൽ. രാത്രി നിസ്കാരത്തെ 2ആയി ഭാഗിച്ച് രാത്രിയുടെ ആദ്യത്തിൽ ഇശാന് ശേഷം തറാവീഹ് നിസ്കരിക്കുന്നു, ആദ്യത്തെ 20 പോലെ തന്നെ ലഘുവായിട്ട്. വഖിസ്മൻ യുസല്ലിഹി ഫി ആഖിരിൽ ലൈൽ വയുതീലുഹു അലാ അന്നഹു തഹജ്ജുദ്. ഒരു ഭാഗം രാത്രിയുടെ അവസാനത്തെ നിസ്കരിക്കുന്നു, അതല്പം നീട്ടി നിസ്കരിക്കുന്നു, അത് തഹജ്ജുദ് എന്ന നിലയ്ക്ക്, രാത്രി ഉറങ്ങി എണീറ്റ് നിസ്കാരം. ഫഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മറ്റു ദിവസങ്ങളിലേക്കാളേറെ ഉത്സാഹിച്ചിരുന്നു ഇബാദത്തുകളുടെ കാര്യത്തിൽ. വകാന ഇദാ ദഖലത്തിൽ അശ്റുൽ അവാഖിർ ശമ്മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 വന്നു കഴിഞ്ഞാൽ അരമുണ്ട് മുറുക്കി ഇബാദത്തുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. വശദ്ദൽ മിഇസർ വഹയാ ലൈലഹു, രാത്രിയെ ജീവിപ്പിച്ചിരുന്നു. വായഖൽ അഹ്ലഹു,
തഹരിയ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയും തന്റെ കുടുംബത്തെയും അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പറയാണ് ഫല്ലദീ യഖൂലു ലാ യസീദു ഫി ആഖിരി ശഹരി അമ്മാ കാന യുസല്ലിഹി ഫി അവ്വലി ശഹർ, മാസത്തിന്റെ ആദ്യത്തിൽ നിസ്കരിച്ചതിനേക്കാൾ അധികം അവസാനത്തെ പത്തിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ മുഖാലിഫുൽ ഹദീൻ നബി, ആ വർത്താനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യക്കെതിരാണ്. വ മുഖാലിഫുൽ ലിമാ കാന അലൈഹി സലഫുസ് സാലിഹ്, സലഫുസ് സാലിഹുകളുടെ ചര്യക്കും എതിരാണ്. മിൻ തൂലിൽ ഖിയാം ഫി ആഖിരി ശഹർ ഫി ആഖിരിൽ ലൈൽ, സലഫുകൾ നബിയിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയ സഹാബികൾ താബികൾ അവരൊക്കെ രാത്രിയുടെ അവസാനത്തിൽ, മാസത്തിന്റെ അവസാനത്തിൽ ദീർഘമായ ഖിയാം ചെയ്തിരുന്നു, ദീർഘമായി നിസ്കരിച്ചിരുന്നു. ഫൽ വാജിബു ഇത്തിബാഉ സുന്നത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റൽ നിർബന്ധമാണ്. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീന മിൻ ബഅദി, നബിക്ക് ശേഷമുള്ള ഖുലഫാകളുടെ സുന്നത്തിനെയും പിൻപറ്റൽ നിർബന്ധമാണ്. വഹസ്സിൽ മുസ്ലിമീന അലാ സലാത്തി തറാവീഹ് വസലാത്തിൽ ഖിയാം, അതുകൊണ്ട് തറാവീഹും അവസാനം നടക്കുന്ന ഖിയാമിനും ആളുകളെ പ്രേരിപ്പിക്കലും അതും നിർബന്ധമാണ്. ലാ തഖ്ദീലുഹും മിൻ ദാലിക, അതിൽ ആളുകളെ നിരുത്സാഹപ്പെടുത്തല്ല വേണ്ടത്. വയിൽകാഹി ശുബഹ്, അവർക്ക് ആശയക്കുഴപ്പം ഇട്ടുകൊടുക്കല്ല വേണ്ടത്. അല്ലത്തി തുഖല്ലിലു മിൻ ഇഹ്തിമാമിഹിം ബി ഖിയാമി റമളാൻ, ഖിയാമു റമളാനിന്റെ കാര്യത്തിൽ ആളുകളെ താല്പര്യം കുറക്കുന്ന തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കല്ല വേണ്ടത്. ആളുകൾ ദീർഘമായി നിസ്കരിച്ചോട്ടെ, പക്ഷെ 2 വിത്ർ അതിൽ പറ്റൂല. അപ്പൊ ആദ്യത്തില് 11 നിസ്കരിച്ചാൽ പിന്നത്തേല് വിത്ർ പറ്റൂല, ഈ 2 പറ്റുള്ളൂ. അതേസമയത്ത് ഇവിടെ 8 നിസ്കരിച്ചിട്ട് പോയി, പിന്നെ അവസാനം 11 നിസ്കരിക്കാം. ഇപ്പോ മക്കത്തൊക്കെ ഇശാന്റെ ശേഷം 20, അവിടെ വിത്രില്ല. പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് 13, അപ്പൊ എത്രയായി? 31. ചില ആളുകൾ പറഞ്ഞു മക്കത്ത് 23 ആണോ? 23 ഉണ്ടാവും, 33 ഉണ്ടാവും. മനസ്സിലായില്ലേ? കാരണം റക്അത്തുകൾക്ക് ഹദ്ദില്ല എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, ഒരു നിർണിത എണ്ണം തറാവീഹിനുണ്ടെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തെറ്റുപറ്റിയെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തെക്കാളേറെ സലഫുകളുടെ മദ്ഹബ് അറിയുന്ന ഒരു പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ചില ആളുകൾ സംശയം ചോദിച്ചതുകൊണ്ട് പറയാണ് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ, ചില ആൾ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയാണ് 2ലും പങ്കെടുക്കാം. ഇനി 1 പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ 1 പങ്കെടുത്താലും മതി. അത് 2ഉം തെറ്റായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയുന്നത്ര ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമളാനെ നമുക്ക് സ്വർഗ്ഗം നേടുന്ന, നരകക്കാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് വിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.